നമസ്കാരം, നുറുങ്ങ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ അടുമീനാണ് എടുത്തേക്കുന്നത്. മുളകിട്ട് വയ്ക്കാം. അപ്പോൾ നമ്മുടെ വാച്ചിങ് മണിക്കൂറൊക്കെ കുറഞ്ഞു പോവുകയാണ്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, വാച്ച് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻ്റൊക്കെ ചെയ്യണം. നമുക്ക് മീൻ ഇതിൻ്റെ മുള്ളൊക്കെ കളഞ്ഞ് തലയൊക്കെ കളഞ്ഞ് നമുക്ക് വൃത്തിയായിട്ട് കഴുകി കൊണ്ടുവരാം. മീൻ മുള്ളൊക്കെ വെട്ടി തലയൊക്കെ കളഞ്ഞ് വൃത്തിയായിട്ട് കഴുകി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് അടുപ്പത്തേക്ക് വയ്ക്കാം. അടുപ്പ് കത്തിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുക്കാം. ചട്ടി നല്ലവണ്ണം ചൂടായതിന് ശേഷം നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവയൊക്കെ നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക്, വേപ്പില, ചെറിയ ഉള്ളി, സവാള അപ്പോൾ നമുക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി അരച്ചത് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റി നമുക്ക് എടുക്കാം. നമ്മുടെ വാച്ചിങ് മണിക്കൂറൊക്കെ കുറയാണ്. അപ്പോൾ നിങ്ങൾ ഞങ്ങൾക്ക് ഒന്ന് സപ്പോർട്ടൊക്കെ ചെയ്യണേ. ഞങ്ങളുടെ ഈ വീഡിയോ എല്ലാവരും ഒന്ന് കാണണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയറൊക്കെ ചെയ്യണേ. നമ്മുടെ സവാളയും പച്ചമുളകും എല്ലാം ഒരുമാതിരി വാടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് തക്കാളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. എല്ലാം നന്നായിട്ട് വഴന്നിട്ടുണ്ട്. നമ്മുടെ തക്കാളിയും പച്ചമുളകും വേപ്പില, ഇഞ്ചി, സവാള ഒക്കെ നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ ഫിഷ് മസാല. നമുക്കൊന്ന് പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. പുളി വെള്ളത്തിലിട്ടിട്ടുണ്ടായി. പുളി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം.
അരപ്പ് തിളച്ച ശേഷം നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം. അരപ്പ് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം. ഇത് നമുക്കൊരു 25 മിനിറ്റോളം അടുപ്പത്ത് വെച്ച് വേവിച്ചെടുക്കാം. ഒരുപാട് വേവൊന്നും ഇല്ലാത്ത മീനാണ്. ഇനി നമുക്കൊരു അടപ്പ് വെച്ച് മൂടി വേവിച്ചെടുക്കാം. അടുപ്പ് വെച്ച് മൂടി വേവിച്ചെടുക്കാം. ചാറൊക്കെ വറ്റിയൊന്നൊന്ന് നോക്കാം. ചാറൊക്കെ വറ്റിയിട്ടുണ്ട്. ഈ മീൻ മാങ്ങയിട്ട് തേങ്ങ അരച്ച് വെച്ചാൽ നല്ല കറിയാണ്. മാങ്ങ അമ്പഴങ്ങ ഇട്ട് വെച്ചാൽ നല്ലതാ. തേങ്ങ അരച്ച് വെക്കണം. ഉപ്പും പുളിയൊക്കെ ഉണ്ടോ നോക്കട്ടെ. നന്നായിട്ട് ഉപ്പും എരിവും പുളിയൊക്കെ പിടിച്ചിട്ടുണ്ട്. ചാറ് ഒന്നും കൂടി വറ്റിയതിന് ശേഷം നമുക്ക് കറി വാങ്ങി വയ്ക്കാം. ഇത്തിരി നേരം കൂടി ഇരിക്കട്ടെ. നമുക്കൊന്ന് മൂടി തുറന്നു നോക്കാം. ഇപ്പൊ ചാറൊക്കെ വറ്റിയിട്ടുണ്ട്. നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വാങ്ങാം. അടൂമീൻ കറി റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്ക് വ്യൂസൊക്കെ കുറവാണ്. അതുകൊണ്ട് എല്ലാവരും ഈ ചാനൽ കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം.